തിരൂരിലെ തുഞ്ചൻ പറമ്പിനെ മലയാള ഭാഷയുടെ ജന്മഭൂമിയായിട്ടാണ് നമ്മളൊക്കെ കണക്കാക്കി പോരുന്നത്. അതിന്റെ ചരിത്രപരമായ കാരണമുണ്ട്. തിരൂരിലെ തുഞ്ചൻ പറമ്പിൽ മലയാള ഭാഷ പെട്ടെന്ന് പൊട്ടിമുളച്ചതോ ആകാശത്ത് നിന്ന് പൊട്ടി വീണതോ അല്ല. പക്ഷേ നൂറ്റാണ്ടുകളായി ഒരു ജനപദം സംസാരിച്ചു ആമൊഴിയായി പകർന്നു കിട്ടിയ ഭാഷയ്ക്ക് ഒരു കയ്യും കണക്കും ഉണ്ടാക്കുകയും തമിഴിന്റെയും സംസ്കൃതത്തിന്റെയും ആര്യ സ്വാധീനത്തിൽ നിന്നും ദ്രാവിഡ സ്വാധീനത്തിൽ നിന്നും വിട്ട് ഈ ആര്യ ദ്രാവിഡ പൈതൃകങ്ങളെയൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു പ്രദേശത്തിന്റെ സ്വന്തമായ സംസ്കൃതിയും തനിമയും ഉൾച്ചേർന്ന ഒരു ഭാഷയാക്കി അതിനെ കരുപ്പിടിപ്പിച്ച് വളർത്തിയെടുക്കുകയും ചെയ്ത ഒരു ഗുരുകുലം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഈ തിരൂരിലെ വെട്ടത്തുനാട്ടിലെ തുഞ്ചൻ പറമ്പിൽ സ്ഥാപിച്ചത്. അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ഗുരുകുലം സ്ഥാപിക്കുന്നതിൽ ചരിത്രപരമായ ഒരു വലിയ വിപ്ലവം ഉണ്ടായിരുന്നു. ശൂദ്രമക്ഷര സംയുക്തം ദൂരത പരിവർജയയിൽ. അക്ഷരം പഠിച്ച ശൂദ്രനെ കണ്ടാൽ അടിച്ചോടിക്കണം എന്നാണ് അതിന്റെ മലയാളം. വേദം കേൾക്കുന്ന ശൂദ്രന്റെ ചെവിയിൽ ഈയമുരുക്കി ഒഴിക്കണം. ഇതൊക്കെ സവർണ ശാസനകളായിരുന്നു. ഒരു പിടി ഏതാണ്ട് ജനസംഖ്യയിൽ 5% താഴെയുള്ള സവർണ ജന്മിമാരുടെ കയ്യിലായിരുന്നു ഭാഷയും സംസ്കാരവും സമ്പത്തുമെല്ലാം. അക്ഷരം പഠിക്കാൻ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. അതിന്റെയൊക്കെ നിദർശനങ്ങളാണ് ഇത്തരം നിയമങ്ങളൊക്കെ. ആ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആദ്യമായി കേരള നാട്ടിൽ അക്ഷരം അന്വേഷിച്ചു വരുന്ന അറിവന്വേഷിച്ചു വരുന്ന എല്ലാവർക്കും അറിവ് പകർന്നു നൽകുന്ന ഒരു ജനകീയ ഗുരുകുലം സ്ഥാപിച്ചത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. അപ്പൊ തുഞ്ചൻ പറമ്പിന്റെ ചരിത്ര പ്രാധാന്യം അതാണ്. ഭൂരിപക്ഷം വരുന്ന ജനതയ്ക്ക് ഭാഷ സ്വന്തമാക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. ആ ഭാഷയിലൂടെ അറിവ് നേടാനും അറിവ് ജന്മാവകാശമാണെന്ന് സ്ഥാപിക്കാനുമുള്ള ഒരു നിശബ്ദ വിപ്ലവം, ഏതെങ്കിലും പ്രത്യയശാസ്ത്രങ്ങളുടെ പിൻബലമില്ലാതെ, ഏതെങ്കിലും സംഘടിത ശക്തിയുടെ പിൻബലമില്ലാതെ ആദ്യം വിളംബരം ചെയ്ത പ്രധാനപ്പെട്ട കേന്ദ്രമാണ് തുഞ്ചൻ പറമ്പ്. ആ ഭാഷാ നവോത്ഥാനം 2-3 തരത്തിൽ കേരളം എന്ന ജനസംസ്കൃതി രൂപപ്പെടുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. ഒന്ന്, എല്ലാ തരത്തിൽപ്പെട്ട ആളുകൾക്കും അക്ഷരം നേടാനുള്ള സംസ്കാരത്തിന്റെ ആദ്യത്തെ നവോത്ഥാന സംരംഭം എഴുത്തച്ഛൻ തുടങ്ങി വെച്ചു. പിൽക്കാലത്ത് ബ്രിട്ടീഷ്, പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച് അധിനിവേശങ്ങളുടെ ഫലമായി ആ ശരിക്കുള്ള നവോത്ഥാനം മുന്നോട്ട് പോയില്ലെങ്കിലും പിൽക്കാലത്ത് ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ആളുകളുടെ നവോത്ഥാന പരിശ്രമങ്ങളുടെ മുഴുവൻ പിൻബലം ഒരർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ എഴുത്തച്ഛൻ തുടങ്ങിവെച്ച ഈ നവോത്ഥാന സംരംഭം തന്നെയാണ്. അപ്പോ 2 നവോത്ഥാന ഘട്ടങ്ങളിലായി. ഒന്ന്, 16-ാം നൂറ്റാണ്ടിൽ എഴുത്തച്ഛൻ തുടങ്ങി വെച്ച ഈ ഗുരുകുലവും, പിന്നെ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ശ്രീനാരായണ ഗുരുവിലൂടെ ഉണ്ടായ സാമൂഹ്യ നവോത്ഥാനവും. ഈ 2 നവോത്ഥാനങ്ങളുടെ ചരിത്രം മലയാളിക്ക് മറക്കാനാവില്ല. അതിൽ ആദ്യത്തെ ഘട്ടമാണ് എല്ലാവർക്കും ഭാഷ, അറിവ് എന്ന ആദ്യത്തെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അതിന് നേതൃത്വം കൊടുത്ത സ്ഥലം എന്ന നിലയിലും അതിന് ആശയവും പിന്തുണവും നൽകിയ ഒരു ആചാര്യൻ എന്ന നിലയിലും തുഞ്ചത്താചാര്യന്റെയും തുഞ്ചൻ പറമ്പിന്റെയും പ്രാധാന്യം വളരെ വലുതാണ്. ഇന്നും തുഞ്ചൻ പറമ്പിൽ ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ 10,000-കണക്കിന് ആളുകൾ, കുട്ടികൾ ആദ്യക്ഷരം കുറിക്കാൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തുഞ്ചൻ പറമ്പിലെ വിദ്യാരംഭം ഇതര സ്ഥലങ്ങളിലെ വിദ്യാരംഭത്തെ അപേക്ഷിച്ച് കൂടുതൽ ജനകീയവും മതേതരവും ജനാധിപത്യപൂർണവുമാണ്. ഇതാണ് തുഞ്ചൻ പറമ്പിൽ നടക്കുന്ന വിദ്യാരംഭത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യം. അതിലുപരിയായി തുഞ്ചത്താചാര്യൻ നമുക്ക് രാമായണ ഭാരതാദി ഇതിഹാസ കൃതികൾ പച്ച മലയാളത്തിൽ വായിക്കാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാക്കി തന്നു. അതിനു മുമ്പ് ഭാരതീയ പൈതൃകത്തിൽ നിന്ന് ഈ പ്രദേശം വേറിട്ട് കിടന്നിരുന്നു. അപ്പോൾ നമ്മുടെ ഭാഷയെ ഇതിഹാസങ്ങൾ പരിഭാഷപ്പെടുത്താൻ പറ്റുന്ന വിധത്തിൽ സജ്ജമാക്കിയെടുക്കുക എന്ന ദൗത്യവും എഴുത്തച്ഛൻ തന്റെ പ്രവർത്തനത്തിലൂടെ സാധിച്ചെടുത്തു. അത് വലിയ ഒരു വിപ്ലവമായിരുന്നു എന്നതിന് എഴുത്തച്ഛനെ കുറിച്ചുള്ള പല കഥകളും അക്കാലത്തെ ചരിത്രം വേണ്ട വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. എഴുത്തച്ഛന്റെ പേര് തന്നെ കൃത്യമായിട്ട് നമുക്ക് അറിയില്ല. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് നാം പേര് വിളിക്കുന്നത് അദ്ദേഹത്തിന് രാമൻ എന്നൊരു ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു എന്ന ഒരു കഥ വെച്ചാണ്. അവ രാമന്റെ അനുജൻ രാമാനുജൻ, അൻപേണമെൻ മനസ്സി ശ്രീനീലകണ്ഠ ഗുരു എന്ന് പറയുന്നത് വെച്ച്, ഹരിനാമകീർത്തനത്തിൽ പറയുന്നത് വെച്ച് ശ്രീ നീലകണ്ഠ ഗുരുവിന്റെ ശിഷ്യനാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെയൊക്കെ കിട്ടിയിട്ടുള്ള ചില ചരിത്ര സൂചനകൾ വെച്ചാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ നാം ചരിത്രത്തിൽ നിർണ്ണയിച്ചു വെച്ചിട്ടുള്ളത്. അന്ന് ചരിത്രം അത്രത്തോളം ദുർബലമായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെങ്കിലും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എന്ന മഹാപണ്ഡിതനായ കവി നാരായണീയം എഴുതി തുടങ്ങുന്നതിന് മുമ്പ് ഉപദേശം ആരായാൻ തുഞ്ചത്തെഴുത്തച്ഛന്റെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു എന്നൊരു കഥയുണ്ട്. അങ്ങനെ ആളെ പറഞ്ഞയച്ചപ്പോൾ മീൻ തൊട്ട് കൂട്ടിക്കോളാൻ എഴുത്തച്ഛൻ ഉപദേശിച്ചു എന്നാണ് കഥ. മീൻ തൊട്ട് കൂട്ടിക്കോളാൻ പറഞ്ഞതിന്റെ നിഗൂഢാർത്ഥം മനസ്സിലാക്കി മത്സ്യാവതാരം തൊട്ട്
നാരായണീയ കഥ എഴുതി തുടങ്ങിയെന്ന് അതിന് വ്യാഖ്യാനവും ഉണ്ട്. പക്ഷേ നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഉപരിവർഗത്തിൽപ്പെട്ട ഒരു സവർണ സമുദായത്തിൽപ്പെട്ട ഒരാൾ, മത്സ്യമാംസാദികൾ ഉപയോഗിക്കാത്ത ഒരാൾ നാരായണീയ കഥ എഴുതി തുടങ്ങുന്നതിന് മുമ്പ് ഉപദേശം ചോദിച്ച് ആളെ പറഞ്ഞയച്ചപ്പോൾ മീൻ തൊട്ട് കൂട്ടുന്നവരും സാധാരണക്കാരുമായ ശൂദ്രന്മാരുടെ ഭാഷ സ്വീകരിക്കാൻ തന്നെ ആയിരിക്കണം എഴുത്തച്ഛന് ഉപദേശം കൊടുത്തിരിക്കുക എന്ന് നമുക്ക് ഇന്ന് വായിക്കാം. മീൻ തൊട്ട് കൂട്ടുന്നവരായ മഹാഭൂരിപക്ഷം സാധാരണക്കാരായ ഈ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവരും ശൂദ്രരും നാലാം വേദക്കാരും വേദമില്ലാത്തവരുമായി മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന ഈ അടിമ സമൂഹത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതിയില്ലെങ്കിൽ നാളെ ചരിത്രത്തിന്റെ ഭാഗമായി മാറാൻ താങ്കൾക്ക് സാധിക്കുകയില്ല എന്ന് തന്നെ ആയിരിക്കണം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ കൊടുത്ത ഉപദേശം. സത്യത്തിൽ ഇന്ന് നമ്മൾ അതിനെ അങ്ങനെ വായിച്ചെടുക്കുക. ഏതായിരുന്നാലും എഴുത്തച്ഛൻ തുടങ്ങി വെച്ച ആ ഭാഷാ നവോത്ഥാന പ്രക്രിയ ജനാധിപത്യത്തിന്റെയും മാനവികതയുടെയും ജനകീയ ഐക്യപ്പെടലിന്റെയും ഒക്കെ വലിയ ശക്തികൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഇന്നും എഴുത്തച്ഛനെടുത്ത ഭാഷ കണക്ക് തന്നെയാണ് നമുക്ക് ശരണം. 51 അക്ഷരങ്ങൾ ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. 56 അക്ഷരമായിരുന്നു എഴുത്തച്ഛൻ വിഭാവന ചെയ്യുന്ന കാലത്ത്. അതിൽ എന്നീ അക്ഷരങ്ങൾ പ്രചാരലുപ്തമായി തീർന്നു. അതുപോലെ തന്നെ ക്ഷ ഒരു അക്ഷരമാലയിൽ നിന്ന് മാറ്റി അങ്ങനെ 51 അക്ഷരങ്ങളായിരുന്നു മലയാളത്തിലുള്ളത്. ഈ 51 അക്ഷരങ്ങളും എഴുതി തുടങ്ങുന്ന ഒരു ഭാഷാ സംസ്കൃതി ആണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ഗുരുകുലത്തിൽ ഈ വിജയദശമി നാളിൽ നമ്മൾ കുട്ടികളുടെ നാവിൽ ആദ്യാക്ഷരം എഴുതിക്കൊണ്ട് കുറിക്കുന്നത്. ഒരുപക്ഷെ ഇതൊക്കെ കഥകളായിരിക്കാം. ലോകം മാറിയിട്ടുണ്ട്, ഇംഗ്ലീഷിന്റെ ആധിപത്യം വന്നിട്ടുണ്ട്. മലയാളം പഠിച്ചില്ലെങ്കിലും വലിയവരായി തീരാവുന്ന സൗകര്യങ്ങൾ ഒരുപക്ഷെ മറ്റ് ഭാഷകൾ നമുക്ക് തന്നിട്ടുണ്ട്. മലയാളം അറിയില്ലെന്നത് പറയുന്നത് കേരളത്തിൽ ജനിച്ചു വളർന്ന കുട്ടികൾ പോലും അഭിമാനമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സംസ്കാരം വന്നിട്ടുണ്ട്. സംസ്കൃതത്തിന്റെ ആധിപത്യത്തിന് പകരം ഇംഗ്ലീഷിന്റെ ആധിപത്യം കേരളത്തിൽ സാർവത്രികമായിട്ടുണ്ട്. മറ്റ് ഭാഷകളുടെ സ്വാധീനം വന്നിട്ടുണ്ട്. പുതിയ മാധ്യമങ്ങൾ വന്നപ്പോൾ, ഇന്റർനെറ്റ് പോലുള്ള സംവിധാനങ്ങളായപ്പോൾ മലയാള ഭാഷ ഇല്ലെങ്കിലും സുഖകരമായി വിജയകരമായി ജീവിക്കാനുള്ള സാഹചര്യം മലയാളി സമൂഹത്തിന് കൈവന്നിട്ടുണ്ട്. എങ്കിൽ പോലും മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, നമ്മൾക്ക് പെറ്റമ്മ തൻ ഭാഷയാണെന്ന് പിൽക്കാലത്ത് എഴുത്തച്ഛനെ തുടർന്ന് വെട്ടത്തുനാട്ടിൽ നിന്ന് പ്രശസ്തമായി തീർന്ന ദേശീയ മഹാകവി വള്ളത്തോൾ പാടിയതുപോലെ ഭാഷാഭിമാനമുള്ള ഏതൊരു വ്യക്തിക്കും ഈ മണ്ണ് അക്ഷര ചരിത്രത്തിൽ നിന്ന് മാറ്റി കളയാനാവില്ല. നമ്മുടെ ഭാഷയ്ക്ക് ഇത് പൊന്നാരായ തുമ്പുകൊണ്ട് നാവിൻ മുമ്പത്ത് എഴുതിയ അക്ഷരം മാത്രമല്ല, നമ്മുടെ ഭാഷയും സംസ്കൃതിയും പിച്ചവെച്ച മണ്ണാണ്. സ്വതന്ത്രമായ ഒരു ഭാഷാ സംസ്കൃതി രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ പങ്കുവഹിച്ച പ്രദേശമാണ്. ഒരുപാട് കഥകൾ എഴുത്തച്ഛനെ കുറിച്ച് നമുക്കുണ്ട്. ആ കഥകളൊക്കെ പല പല സൂചനകളും തരുന്നുണ്ട്. എഴുത്തച്ഛന്റെ ചക്കാലന്റെ ചക്കിൽ എത്ര ആടുമെന്ന് സവർണന്മാർ കളിയാക്കി ചോദിച്ചപ്പോൾ 6ഉം 4ഉം ആടുമെന്ന് പറഞ്ഞൊന്നൊരു കഥ. ചക്കാലൻ എന്നത് എഴുത്തച്ഛനെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ചക്കാലൻ ശൂദ്രനായകായിരുന്നു, ചക്കാട്ടുന്ന സമുദായക്കാരനായിരുന്നു. അങ്ങനെയുള്ള ഒരാളുടെ ചക്കിൽ എത്ര ആടും എന്നതിൽ ഒരു കളിയാക്കലുണ്ട്. എത്രമാത്രം ശേഷിയുണ്ട് ഇതിന്റെ ഈ സാംസ്കാരിക മനസ്സിന് എന്നാണ്. അതിന് ഉത്തരമായി പറഞ്ഞതാണ് 6ഉം 4ഉം ആടും. അന്ന് വേദത്തിന്റെയും ഉപനിഷത്തുക്കളുടെയും അടിസ്ഥാനത്തിലാണ് സംസ്കാരം വിലയിരുത്തപ്പെട്ടതെങ്കിൽ 4 വേദങ്ങളും 6 വേദാംഗ ശാസ്ത്രങ്ങളും ആടാൻ മാത്രം സജ്ജമാണ് തന്റെ മനസ്സെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ അദ്ദേഹം ധാരാളം അറിവ് ലോകസഞ്ചാരത്തിലൂടെ നേടിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. തുഞ്ചൻപറമ്പിൽ നിന്ന് അദ്ദേഹം ലോകസഞ്ചാരം നടത്തി പല ഭാഗങ്ങളിലും പോയി, തമിഴകത്ത് പോയി, അക്കാലത്ത് ശക്തിപ്പെട്ടിരുന്ന ഭക്തി പ്രസ്ഥാനത്തിന്റെ ചില അന്തസത്തകളെ മനസ്സിലാക്കി. ദക്ഷിണേന്ത്യയിൽ ദൈവം പോലും ഇല്ലാത്തവർക്ക് ഭക്തി പോലും സവർണ അധികാരം കുത്തകയാക്കി വെച്ച കാലത്ത് ദൈവം പോലും ഇല്ലാത്ത മനുഷ്യർക്ക് വേണ്ടി ഭക്തിയെ ജനാധിപത്യവൽക്കരിക്കാൻ നടന്ന വലിയ ചരിത്ര മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടുള്ള അറിവുകൾ നേടി. ആ അറിവുകൾ കൂടി സമാഹരിച്ചാണ് കിളിപ്പാട്ട് എഴുത്തച്ഛൻ എഴുതുന്നത്. കിളിപ്പാട്ട് ജനകീയമായ ഒരു കാവ്യ സംസ്കാരമാണ്. 16-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലുടനീളം ശക്തിപ്പെട്ട ഭക്തി പ്രസ്ഥാനം. പക്ഷേ ഇന്ത്യയിൽ ഭക്തിയെ ജനാധിപത്യവൽക്കരിക്കാൻ നടന്ന ഒരു സുപ്രധാനമായ സാമൂഹ്യ മുന്നേറ്റമായിരുന്നു അത്. അതിന്റെ ഭാഗമായി കൂടിയാണ് കിളിപ്പാട്ട് വൃത്തത്തിൽ ഇതിഹാസങ്ങൾ എഴുതുന്നത്. ചാക്കാലന്റെ കിളി അല്ലെങ്കിൽ ഈ കാക്കാലത്തിയുടെ കിളി കൈനോട്ടക്കാരായ അധസ്ഥിത ജനവിഭാഗത്തിന്റെ കിളിയെ കൊണ്ട് സവർണ രാമായണം പാടിക്കുന്നതിലൂടെ ഒരു നിശബ്ദമായ അട്ടിമറി എഴുത്തച്ഛൻ നടത്തുന്നുണ്ട്. ഈ വിധത്തിലൊക്കെ ചിന്തിച്ചാൽ കേരളത്തിന്റെ സാംസ്കാരിക അഭിമാനം, സ്വത്വാഭിമാനം, മലനാട്ടഭിമാനങ്ങൾ വളർത്തിയെടുക്കുന്നതിൽ ആദ്യത്തെ വിത്ത് പാകിയ ഒരു സാമൂഹ്യ വിപ്ലവകാരി കൂടിയായിരുന്നു തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് കാണാം. അതുകൊണ്ടുകൂടിയാണ് മറ്റ് പല പ്രദേശങ്ങളിലും വിജയദശമി നാളിൽ ആദ്യാക്ഷരം കുറിക്കലുണ്ടെങ്കിലും തുഞ്ചൻപറമ്പിലെ വിദ്യാരംഭത്തിന് ചരിത്രപരമായും സാമൂഹികമായും വലിയ നാനാർത്ഥ മാനങ്ങളുണ്ട് എന്നുകൂടി നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഇപ്പോഴും ഈ മണ്ണിൽ ആ ഒരു സാംസ്കാരിക വിപ്ലവ ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിജയദശമി നാളിൽ തുഞ്ചൻപറമ്പിൽ വന്നാൽ അറിയാം,
ലക്ഷക്കണക്കിനാണ്, പതിനായിരക്കണക്കിനല്ല ആളുകൾ തുഞ്ചൻ പറമ്പിലേക്ക് വരുന്നത്. അതിൽ നാനാജാതി മതസ്ഥരുണ്ട്. ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിൽ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളല്ല, എല്ലാ മതത്തിലുംപ്പെട്ട ആളുകളോട് വരാറുണ്ട്. എല്ലാ മതവിഭാഗത്തിലും വരുന്ന കുട്ടികളോട് വന്ന് എഴുത്തിനിരിക്കാറുണ്ട്. ഒരു ജനകീയ ഉത്സവം പോലെ എല്ലാ കാലുകളും തുഞ്ചൻ പറമ്പിലേക്ക്, എല്ലാ വാക്കുകളും ആദ്യക്ഷരമാണ് ഉച്ചരിക്കുന്നത്. മലയാളത്തിന്റെ എല്ലാ തിക്താനുഭവങ്ങളെയും മധുരമാക്കി മാറ്റിയ, ജീവിതത്തിന്റെ കയ്പുകളെല്ലാം മധുരമാക്കി തീർത്ത നാട്ടെഴുത്തച്ഛന്റെ നാരായമാണ് ഈ മണ്ണിന്റെ സർവശക്തി. MT വാസുദേവൻ നായരുടെ നേതൃത്വത്തിൽ 20 വർഷം മുമ്പ് ഇവിടെ ജനകീയ കമ്മിറ്റി വന്നതിന് ശേഷം തുഞ്ചൻ പറമ്പ് ഇന്ന് ലോകത്തിന്റെ മുൻപിൽ തന്നെ ഒരു വലിയ അക്ഷര സ്മാരകമാണ്. തുഞ്ചൻ പറമ്പ് ഈ ഭാഷയുടെ മാത്രം പ്രാതിനിധ്യമല്ല, ഒരു സംസ്കൃതിയുടെ മുഴുവൻ പ്രാതിനിധ്യമാണ് ലോകത്തിന് മുമ്പിൽ കാണിക്കുന്നത്. ലോകത്തെമ്പാടും 6000-ലധികം ഭാഷകൾ ഈ അധികാര ഭാഷകളുടെ ആധിപത്യം മൂലം മരിച്ചുകൊണ്ടിരിക്കെ മലയാളം എന്ന ചെറിയ ഭാഷയെങ്കിലും വലിയ ഭാഷ നിലനിൽക്കാൻ വേണ്ടി നടത്തുന്ന വലിയ പിടച്ചിലുകളുടെ ഭാഗം കൂടിയാണ് തുഞ്ചൻ പറമ്പിലെ വിദ്യാരംഭം. അതുകൊണ്ട് ഇതൊരു കേവലമായ ചടങ്ങല്ല, ഇതൊരു അനുഷ്ഠാനമല്ല, ഇതൊരു ജനതയുടെ ഭാഷാഭിമാനത്തിന്റെയും സാംസ്കാരിക പ്രതിരോധത്തിന്റെയും കൂടി അടയാളമാണ്. അതുകൊണ്ട് തുഞ്ചൻ പറമ്പിലേക്ക് വരുമ്പോൾ നാം വരുന്നത് മലയാളത്തിന്റെ മനസ്സിലേക്കാണ്. മറ്റെന്ത് ഇതിന് നേർക്ക് നമസ്കരിക്കുക സാഷ്ടാംഗമായി നീ മലയാള ഭാഷയെ എന്ന് ഒരിക്കൽ വള്ളത്തോൾ പാടിയിട്ടുണ്ട്. മറ്റൊരിക്കൽ വള്ളത്തോൾ തന്നെയാണ് വെട്ടത്തു നാട്ടിൻ സത്യസൗഭാഗ്യസൽ സിന്ദൂര പൊട്ടുപോലെഴും തുഞ്ചൻ പറമ്പേ നമസ്കാരം, കളഗാനത്തോടൊരു തത്തപ്പെൺമണി തത്തിക്കളിച്ച തരുച്ചെടി പടർപ്പേ നമസ്കാരം, ചേണുറ്റ പുതുമലയാൻ മദൻ മഹേശ്വരൻ വാണരുളിന പുണ്യക്ഷേത്രമേ നമസ്കാരം എന്ന് പാടിയത്. വള്ളത്തോളിനെ പിന്തുടർന്ന് ഈ പ്രദേശത്ത് ജനിച്ചു വളർന്ന കവികളുടെ ഏറ്റവും ഇളയ തലമുറയിൽപ്പെട്ട ഒരാളെന്ന നിലയിൽ ഈ തുഞ്ചൻ പറമ്പിനെ നമസ്കരിക്കുക തന്നെയാണ്. ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ, സമ്പന്ന ദരിദ്ര ഭേദമില്ലാതെ, പണ്ഡിത പാമര ഭേദമില്ലാതെ ഏത് മനുഷ്യനും അറിവ് നേടി വരുന്നവർക്കൊക്കെ അറിവ് നൽകുന്ന, സ്വാതന്ത്ര്യം നൽകുന്ന ജനാധിപത്യത്തിൻ്റെതായ ഈ ഗുരുകുലം നിലനിൽക്കേണ്ടതുണ്ട്. ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നിയജനം ചെയ്ത ഭൂസുരനുമെന്നല്ല, മനുഷ്യരായി പിറന്ന ഏതൊരാൾക്കും സ്വന്തം ആത്മീയ അടിമത്തത്തിൽ നിന്ന്, സാംസ്കാരിക അടിമത്തത്തിൽ നിന്ന് മോചനം നേടാൻ അറിവ് മാത്രമേ ഉപായമായിട്ടുള്ളൂ. അറിവ് സ്വാതന്ത്ര്യമാണ്. അറിവ് മനുഷ്യ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ആയുധവുമാണ്. അതുകൊണ്ട് വിദ്യ നേടുക, പ്രചരിപ്പിക്കുക, മനുഷ്യരായി വളരുക എന്ന മഹനീയമായ സന്ദേശമാണ് ഈ വിദ്യാരംഭം തുഞ്ചൻ പറമ്പിൽ നിന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തുഞ്ചത്താചാര്യന്റെ മുൻപിൽ നമസ്കരിക്കുന്നു.